എപ്പോ നീ എനിക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങിയോ ആ നിമിഷം നിന്റെ മരണം തീരുമാനിച്ചിരുന്നതാ. കണ്ടോ നീ, ഇതാ നിന്റെ ശ്വാസം എടുക്കാൻ പോകുന്നത്. കൃഷ്ണയാണെന്ന് കരുതിയ അവര് ഗാദിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, എനിക്കും അത് തോന്നി. നിങ്ങളോ? എന്താ മോളെ, നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ പ്രായത്തില് ഇങ്ങനൊരു അഹങ്കാരം നിങ്ങൾ കാണിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് ധൈര്യത്തില് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാഡത്തിന് നിന്നെ വേണോന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് മാഡം പറയും. നിങ്ങൾ ഒന്നും എന്നോട് പറയണ്ട. ബുദ്ധിയും ബോധമില്ലാത്ത കുറച്ച് തടിയന്മാര് എന്റെ ചുറ്റിലും നിന്നാലേ എല്ലാം തികഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ദേ, എന്നാ കേട്ടോ, നിങ്ങൾ ഇതുവരെ കണ്ട പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പെട്ടവളല്ല ഞാൻ. എന്റെ ദേഹത്ത് ഇതിൽ ഏതെങ്കിലും ഒരുത്തും വന്ന് തൊട്ടാലുണ്ടല്ലോ. തൊട്ടോ തൊട്ട നീ എന്തേയുടി? തൊട്ട നീ എന്തേയൊന്ന് തൊട്ടല്ലേ? നീ എന്നെ തല്ലിയല്ലേ? സത്യവതിയുടെ മുഖത്തിന് നേരെ ആദ്യമായി ഉയർന്ന കൈ നിന്റേതാ. അതിന് നിനക്കൊരു സമ്മാനം തരാതെ പറ്റുമോ? പറ്റോടി? ജോഷി, എന്താ മാഡം? ഇവളെന്റെ മുഖത്തടിച്ചു. നമ്മുടെ നിയമം അനുസരിച്ച് എതിരാളി നമ്മുടെ മുഖത്തടിച്ചാൽ അവരെ എന്ത് ചെയ്യണം? കൊല്ലണ്ടേ? കൊല്ലണ്ടേ ജോഷി? വേണം മാഡം. ഇവള് കഴുത്തു കുരുങ്ങി പെടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം. ഇപ്പൊ മരണം, വൈകുന്നേരം സംസ്കാരം. അങ്ങനെയായിരിക്കണം അതിന്റെ ക്രമീകരണം. കൊണ്ടുപോ. പിടിച്ചോണ്ട് പോ. എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്റെ ജീവൻ എടുക്കാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഓർത്തോ, നിങ്ങൾ നിങ്ങളുടെ ജീവൻ കൊണ്ടാ കളിക്കുന്നത്. കൊണ്ടുപോടാ. ജോഷി, അവള് ചത്തുകഴിഞ്ഞാ പിന്നെ ചെയ്യേണ്ട എന്താന്ന് നിനക്കറിയാവോ? നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ തെളിവുകൾ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ജീവിച്ചിരിക്കാൻ പാടുണ്ടോ? ഇല്ല മാഡം. ഇവളുടെ ശ്വാസം നിലച്ചാൽ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ച് കെട്ടിത്തൂക്കണം. ശരി മാഡം. മോളിക്കുട്ടി ഒരിടത്തും കാണുന്നില്ലല്ലോ. അവളുടെ മമ്മിയുടെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും. ശത്രുക്കളെ ഉണ്ടാക്കുന്നതിൽ രണ്ടുപേരും മത്സരിക്കുകയാണല്ലോ. എവിടെ ചെന്നെത്തുന്ന എനിക്കറിയില്ല. ഹലോ മാഡം. ഇല്ല മാഡം, ഞങ്ങള് എല്ലാ സ്ഥലത്തും നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷണത്തിനായിട്ട് അവർ അങ്ങോട്ടേക്ക് വരും. മോണിക്കുട്ടി പറയുന്നത് ചിലപ്പോ മാഡത്തിന്റെ ബിസിനസ്സിലെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തതെന്നാ. അങ്ങനെയാണെങ്കിൽ എന്നോട് എതിർപ്പുള്ളവരാരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. കൃഷ്ണ, എനിക്ക് എന്റെ മോളെ വേണം. അവക്ക് പകരമായിട്ട് എന്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. മാഡത്തിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് ആവും വിധം നോക്കുന്നുണ്ട്. ഞാൻ മാഡത്തിനെ തിരിച്ചു വിളിക്കാം. മോളെ, നിന്നോട് അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു സമയത്തും ന്യായീകരിക്കുന്നില്ല. പ്ലീസ് കൃഷ്ണ, എന്റെ മോള്. മാഡം, ഞാൻ ഗാദിയെ അന്വേഷിക്കുന്നത് ആത്മാർത്ഥതയോടെ തന്നെയാ. അതിനെക്കുറിച്ചൊന്നും മാഡം വിഷമിക്കണ്ട. നമുക്ക് അവളെ കണ്ടെത്താം. ഞാൻ വിളിക്കാം. മാഡം കരഞ്ഞോണ്ടാ സംസാരിക്കുന്നത്. അത് പിന്നെ മോള് പോയാൽ അമ്മ കരയില്ലേ? ഇങ്ങനെയാ നിനക്ക് എന്തെങ്കിലും പറ്റുമ്പോ നിന്റെ അമ്മ കരയുന്നത്.
അത് മനസ്സിലാക്കണ്ടേ? മോളിക്കുട്ടി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടി, അവൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴേ ആളുകളെ പിടിച്ചോണ്ട് പോയതല്ല, എന്നെ നിന്നെയും കൊല്ലാൻ വന്നപ്പോഴേ പിടിച്ചോണ്ട് പോയതാ. ഞാൻ മാത്രമായിരുന്നെങ്കിലേ ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ എന്ന് ഞാൻ കരുതിയേനെ. ഇതിപ്പോഴേ നീ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടാ, മനസ്സിലായോ? മോളിക്കുട്ടി എങ്ങനെയില്ല അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓ, അതിനല്ലേ ഈ ഓട്ടം മുഴുവനും. മൂർത്തി, അവള് പെടഞ്ഞു മരിക്കുന്നത് വരെ എനിക്ക് നോക്കി നിൽക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. ഗോപാലേട്ടാ, നമ്മുടെ അവസാനം ഇതുപോലെ ആകൂ. ഇതിനകത്തുനിന്നൊന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവും സുനന്ദേ. ഒരുപാട് നോക്കിയതല്ലേ നമ്മള്. തൂക്കിക്കൊല്ലും പോലും. ഗാഥ ശ്രീനിവാസനെ തൂക്കിക്കൊല്ലണെങ്കിലേ സത്യവതി ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. ഒന്ന് നിർത്തിക്കൂടെ ഈ അഹങ്കാരം? ചാകാൻ നേരത്തെങ്കിലും ഈ അഹങ്കാരം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ പോലെ പേടിച്ച് ചുരുണ്ട് കൂടുന്നവളല്ല ഞാൻ. എന്റെ മമ്മിയും എന്റെ മമ്മിയുടെ പണവും ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെയും പേടിക്കില്ല. വാടാ, പിടിച്ചോണ്ട് വാടാ അവിടെ. ദേ, എന്നെ തൊട്ടു പോരുത്. നിർത്തടി. ചത്തു തൊലയുന്നതിന് മുൻപ് അവളുടെ ഒരു മുടിഞ്ഞ അഹങ്കാരം. ദുബായ്, തെളിവുകൾ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ബാക്കിയായത് നീയാ. അവളുടെ ശ്വാസം ഒന്ന് നിലച്ചോട്ടെ, അത് കഴിഞ്ഞ് നിന്റെ ഊഴ. പിടിച്ചോണ്ട് വാടാ അവിടെ. എന്റെ കയ്യിന്ന് വിടറോ, വിട് വിട്. എന്നെ പറയുന്നൊന്ന് കേക്കണോ, വിട്. വിടാനല്ലേ പറഞ്ഞേ, വിട്. എന്നെ വിടാൻ. വിട്. അയ്യോ, വിട്. എന്റെ കയ്യിന്ന് വിടറോ, വിടാൻ. വിട്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഞാൻ സ്വപ്നം കണ്ട സാമ്രാജ്യത്തിൽ എനിക്ക് ശല്യമായി വന്നവളാ നീ. എപ്പോ നീ എനിക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങിയോ, ആ നിമിഷം നിന്റെ മരണം തീരുമാനിച്ചിരുന്നതാ. കണ്ടോ നീ, ഇതാ നിന്റെ ശ്വാസം എടുക്കാൻ പോകുന്നത്. എന്നെ വിടാനല്ലേ പറഞ്ഞേ? അയ്യോ.